ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേര്. സംശയത്തിന്റെ പേരിൽ ലഹരിക്കടിമയായ ആൺസുഹൃത്ത് ഇല്ലാതാക്കിയ ജീവിതം. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ താമസം. 1.5 വയസ്സിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ദത്തെടുത്തതാണ്. എയർഫോഴ്സിലായിരുന്ന അച്ഛൻ 4 വർഷം മുൻപ് അർബുദബാധിതനായി മരിച്ചു. ഇപ്പോൾ 20 വയസ്സ്. സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ വിജയി. വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ആഘോഷിച്ച വിജയ്. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. ഇരുനില വീട്ടിൽ അമ്മയോടൊപ്പം കഴിയവെയാണ് 2021 പെൺകുട്ടിയുടെ ജീവിതത്തിൽ സങ്കട ദിവസങ്ങൾ തുടങ്ങിയത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി കണ്ടെത്തി. ഇതിൽ നിന്നൊക്കെ കുടുംബം കരകയറി വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. 1 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് കിട്ടിയ ലൈക്ക് പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ജനുവരി 25 ശനിയാഴ്ച വീട്ടിൽ ഒറ്റയ്ക്കായ പെൺകുട്ടിയെ തേടി അനൂപ് എത്തുന്നു. പിന്നെ നടന്നത് സമാനതകളില്ലാത്ത ആക്രമണം. പെൺകുട്ടി ചെറുത്തുനിന്നതോടെ ചുറ്റിക കൊണ്ടിടിച്ചു. ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഒടുവിൽ സഹികെട്ട് ആത്മഹത്യാശ്രമം. 15 മണിക്കൂറിലധികം അബോധാവസ്ഥയിൽ മുറിവുകളിൽ ഉറുമ്പരിച്ചവൾ കിടന്നു. പിറ്റേ ദിവസം ബന്ധുവാണ് അർദ്ധനഗ്നയായി ദേഹമാസകലം മുറിവുകളുമായി കുട്ടിയെ കണ്ടെത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 6 ദിവസം വെന്റിലേറ്ററിൽ. ഒടുവിൽ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് വീട്ടിലേക്ക്, അവിടെ നിന്ന് തൃപ്പൂണിത്തുറ പള്ളിയിലെ കല്ലറയിലേക്ക്.